ഹായ് ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങളിന്ന് ചെങ്ങന്നൂർ വരെ പോവാം കേട്ടോ. ഇന്ന് ജൂൺ 13 ജിനിയുടെ കല്യാണമാണ്. നാട്ടിൽ പത്തനാപുരത്ത് വെച്ച് നടക്കുന്ന കല്യാണമാണേ. അതുകൊണ്ടാണ് ഞങ്ങൾ ട്രെയിനിൽ പോകുന്നത്. എന്നാൽ ഇതിന് വേറൊരു പ്രത്യേകതയും കൂടെയുണ്ട്. ഇത് മിച്ച് ബേബിയുടെ ഫസ്റ്റ് ട്രെയിൻ ട്രാവലാണ്. എവിൻകുട്ടൻ ഓൾറെഡി ട്രെയിനിൽ അയർലൻഡിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ റെയിൽവേയിൽ ഇതാദ്യമായിട്ടാണ്. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് ന്യൂഡൽഹി ട്രിവാൻഡ്രം കേരള എക്സ്പ്രസ്സിലാണ്. 1:53 അത് പാലക്കാട് ടൈം. പക്ഷേ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പം അത് ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ടായിരുന്നു 1:30. അപ്പോൾ ഞങ്ങൾ ആ കൂടെ ടെൻഷനായിപ്പോയി. കാരണം നമുക്കിനി കയറേണ്ട കമ്പാർട്ട്മെൻറ്റ് തപ്പി പിടിക്കണമല്ലോ. പക്ഷേ ടെൻഷൻ അടിച്ച് പോലൊന്നുമില്ല. നമ്മൾ കുറച്ച് നടന്നോളൂ കേട്ടോ. പെട്ടെന്ന് അപ്പോൾ തന്നെ നമ്മൾ കയറേണ്ട കമ്പാർട്ട്മെൻറ്റ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിനകത്ത് കയറി. പക്ഷെ നമുക്കറിയാം ഈ ട്രെയിൻ എന്തായാലും കറക്റ്റ് ടൈമിൽ എടുക്കത്തുള്ളൂ. എത്ര നേരത്തെ വന്നാലും എടുക്കുന്നത് കറക്റ്റ് ടൈമിലാണെന്ന്. എന്നാലും നമുക്കൊരു ടെൻഷൻ കാണുമല്ലോ നേരത്തെ ഒരു ട്രെയിൻ വന്ന് കിടക്കുമ്പോൾ. ഓരോ ട്രെയിനും വരുമ്പോൾ മിച്ച് ബേബി ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. അതേപോലെ തന്നെ എവിൻകുട്ടനും പണ്ടേ ട്രെയിൻ കയറുന്നത് ഇഷ്ടമാണല്ലോ. ഭയങ്കര എക്സൈറ്റഡാണ് അവർ. 2 മാസം പ്രായമുള്ളൊരു കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യും എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവൾ ട്രാവൽ നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. ആക്ച്വലി തലേന്ന് വരെ ഈ ട്രെയിൻ ഉണ്ടല്ലോ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ലേറ്റ് ആയിരുന്നു. എന്നും വരുമ്പോൾ നമ്മൾ കേരള എന്ന് പറയുമ്പോഴേ എല്ലാവരും പറയും 2 അല്ലെങ്കിൽ 3 മണിക്കൂർ ലേറ്റ് ആയിരിക്കും, ടൈം നോക്കിയിട്ട് പോയാൽ മതി എന്നൊക്കെ. പക്ഷേ ഇന്ന് ഓൺ ടൈം കാണിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ ഓൾറെഡി ട്രെയിൻ വന്ന് കിടന്നു. എന്തായാലും ഞങ്ങൾക്ക് ഒരു ഭാഗ്യമുണ്ട്. കാരണം കറക്റ്റ് ടൈമിൽ ട്രെയിൻ വന്നതുകൊണ്ട് എന്തായാലും ചെങ്ങന്നൂർ ലേറ്റ് ആവില്ല എന്ന് ഞങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു. എന്തായാലും സീറ്റിംഗ് എല്ലാം ഓക്കെ ആയിരുന്നു. കമ്പാർട്ട്മെൻറ്റിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളും കംഫർട്ടബിൾ ആയിരുന്നു. ഉച്ച സമയമായതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിക്കാതെ ഇറങ്ങി. പക്ഷേ കയ്യിൽ കരുതിയായിരുന്നു കേട്ടോ. അവന് ചപ്പാത്തിയും എഗ്ഗും കൂടെ കയ്യിൽ എടുത്തു. പിന്നെ അമ്മ ഞങ്ങൾക്ക് പൊതിച്ചോറും കിട്ടി. ഒരുപാട് വർഷത്തിന് ശേഷം കഴിക്കുന്നൊരു പൊതിച്ചോറാണ് കേട്ടോ ഇത്. നല്ല മുട്ട പൊരിച്ചതും മെഴുക്കുവരട്ടിയും ചമ്മന്തിയും അച്ചാറും ഒക്കെ ആയിട്ട് നല്ല ഫുഡായിരുന്നു. നമ്മൾ എത്ര ഇല കെട്ടിയാലും, അതായത് പൊതി കെട്ടിയാലും നമ്മുടെ അയർലൻഡിൽ ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ചെറുക്കനെ ഞങ്ങൾക്ക് കുറച്ച് നേരം പിടിച്ചിരുത്താൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അവൻ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും ബഹളമൊക്കെ ആയതുകൊണ്ട് 4 കളർ ബുക്ക് 100 രൂപയ്ക്ക് എന്ന് പറഞ്ഞൊരു ചേട്ടൻ വിൽക്കാൻ വന്നു. ഞങ്ങളതങ്ങ് വാങ്ങി. ആ കളറിംഗ് ബുക്സിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്തു, ആ സ്റ്റിക്കേഴ്സ് മുഴുവൻ സ്പൈഡർമാൻ്റെ സ്റ്റിക്കേഴ്സായിരുന്നേ, അതെല്ലാം ആ ഗ്ലാസ് വിൻഡിലങ്ങ് ഒട്ടിച്ചു. പിന്നെ അവന് ബോറടിച്ചു. പിന്നെ പുറത്ത് കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ അപ്പയും അച്ചാച്ചനെയും കൂടെ മിച്ചു ബേബിനെ കളിപ്പിക്കാൻ തുടങ്ങി. ആ ടൈമിലാണ് ഞങ്ങളുടെ സെയിം കമ്പാർട്ട്മെൻറ്റിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന മീൻസ് അവർ ഓൾറെഡി ആ ട്രെയിനിലുണ്ടായിരുന്നേ ഒരു ചേച്ചി ഒരു കൊച്ചുണ്ടായിരുന്നു. കൊച്ചു ഉറക്കമായിരുന്നു. പക്ഷെ അവൻ എണ്ണീറ്റ് വന്നപ്പം എവിൻകുട്ടൻ്റെ ഈ കളർ ബുക്കും പെൻസിലും പിന്നെ സ്പൈഡർമാൻ്റെ കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ ഇവൻ്റെ അടുത്ത് വന്നു. അവൻ ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ. ഇംഗ്ലീഷേ അവൻ അറിയത്തുള്ളൂ. പിന്നെ അവർ രണ്ടുപേരും കൂടെ കളിയായി. രണ്ടുപേരും കൂടെ കളർ ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു കൂട്ടായി കേട്ടോ. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് ടൈം പോയി. കാരണം ഞങ്ങളും ചെങ്ങന്നൂർ ഇറങ്ങുന്നത്, അവരും ചെങ്ങന്നൂർ ഇറങ്ങുന്നത്. ആ സമയത്ത് അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിൽ 3 പെൺപിള്ളേരുണ്ടായിരുന്നു. അവരെവിടെ നിന്നൊക്കെ ഇരുന്ന് സത്യം പറഞ്ഞാൽ ചോദിച്ചില്ല കേട്ടോ. പക്ഷെ ആ പിള്ളേർ ഇവരുമായിട്ട് പെട്ടെന്ന് കൂട്ടായി. ഇവർ ഓരോ സ്റ്റിക്കർ കൊണ്ടുപോയി അവരുടെ മുഖത്തൊട്ടിക്കലും കയ്യിലൊട്ടിക്കലും ഒക്കെ ആയി. അവർ പിന്നെ കളർ പെൻസിൽ വാങ്ങി ഇവർക്ക് പാട്ട് വെച്ച് കൊടുത്തു. എല്ലാവരും കൂടെ ഡാൻസും പാട്ടും ബഹളവും. അതിൻ്റെ ഇടയിൽ അവർ കളർ ചെയ്യാൻ തുടങ്ങി. ഓരോ പെൻസിലെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അവർ പോയി പെൻസിലെടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ഇവർ ഭയങ്കര കൂട്ടായി സത്യം പറഞ്ഞാൽ കേട്ടോ. ചങ്ങനാശ്ശേരി ഇറങ്ങിയ പിള്ളേർ. പക്ഷെ അതുവരെ ഇവർ 2 പേർക്കും ഭയങ്കര കൂട്ടായിരുന്നു ഈ 3 ചേച്ചിമാർ. സത്യം പറഞ്ഞാൽ മിച്ചൂസിനെ ഉറക്കുന്നതും അവളെ നോക്കുന്ന ടൈമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇവരുടെ പേര് വരെ ചോദിക്കാൻ മറന്നുപോയി. പക്ഷെ നല്ല കൂട്ടായിരുന്നു, നല്ല പിള്ളേരായിരുന്നേ. എന്തായാലും അവരുള്ളത് കൊണ്ട് ഇവർക്ക് ബോറടിച്ചില്ല. പിന്നെ എവിൻകുട്ടൻ നമ്മുടെ അടുത്ത് വന്നേ ഇല്ല. അവരുടെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. അവർ ചങ്ങനാശ്ശേരി ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഇവർ 2 പേരും പിന്നെ നമ്മുടെ സൈഡിലേക്ക് വന്നത്. ഈ എവിൻകുട്ടൻ നന്നായി എൻജോയ് ചെയ്തുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളും ഹാപ്പിയായി. ഈ യാത്ര എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ പെട്ടെന്ന് ഒരു 4 മണിക്കൂർ 40 മിനിറ്റ് കണ്ടെന്ന് തോന്നുള്ളൂ ട്രെയിൻ ട്രാവൽ ടൈം. എന്തായാലും ഞങ്ങൾക്ക് പെട്ടെന്ന് എത്തിയ പോലെ ഞങ്ങൾക്ക് തോന്നി കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.